ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ വിജയത്തോടെ ഞെട്ടിച്ച ഇന്ത്യ രണ്ടാം മത്സരത്തിൽ 10 വിക്കറ്റിൻ്റെ തോൽവിയാണ് നേരിട്ടത്. പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യക്ക് പ്രതീക്ഷ പ്രകടനം കാഴ്ചവെക്കാനായില്ല. 3 ദിവസം പോലും പൂർണ്ണമായി നീണ്ടു നിൽക്കാതെയാണ് ഇന്ത്യ പിങ്ക് ബോൾ ടെസ്റ്റിൽ തോറ്റത്. ഇതോടെ ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മോഹങ്ങൾക്കും തിരിച്ചടിയേറ്റു. പെർത്തിൽ ജസ്പ്രീത് ബുംറയ്ക്ക് കീഴിൽ ജയിച്ച ഇന്ത്യ അഡ്ലേഡിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ തോൽക്കുകയായിരുന്നു. ഇതോടെ രോഹിത് ശർമ്മയ്ക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ബാറ്റിംഗിൽ വളരെ മോശം പ്രകടനമാണ് രോഹിത് കാഴ്ചവെക്കുന്നത്. കൂടാതെ ക്യാപ്റ്റൻ എന്ന നിലയിലും നിരാശപ്പെടുത്തുന്നു. അവസാന ന്യൂസിലാൻഡ് പരമ്പരയിൽ നാട്ടിൽ 3 മത്സരങ്ങളിലും ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെടുകയായിരുന്നു. ഇപ്പോഴത്തെ രോഹിത്തിന് കീഴിൽ ഇന്ത്യ പതറുന്ന സാഹചര്യത്തിൽ കടുത്ത നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് പരിശീലകൻ ഗൗതം ഗംഭീർ. KL രാഹുൽ, യശസ്വി ജയ്സ്വാൾ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തുടരാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ മധ്യനിരയിൽ കളിക്കേണ്ടതായി വരും. മധ്യനിരയിൽ കളിക്കുമ്പോൾ രോഹിത്തിന് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ രോഹിത് പ്ലേയിങ് 11-ൽ ബാധ്യതയായി മാറുകയാണെന്ന് പറയാം. രോഹിത്തിനെ സമ്മർദ്ദം ബാധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രോഹിത് മാറി നിൽക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലത്. കാരണം ശേഷിക്കുന്ന 3 മത്സരങ്ങൾ ജയിച്ചാലേ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ കളിക്കാൻ സാധിക്കൂ. ഇതിനിടെ രോഹിത് ശർമ്മയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ടെസ്റ്റ് ഓപ്പണർ ചേതേശ്വർ പൂജാര. അവസാന 5 മത്സരത്തിലെ രോഹിത്തിൻ്റെ ശരാശരി 13-ൽ താഴെയാണ്. രോഹിത്തിൻ്റെ കഴിഞ്ഞ പുറത്താകലുകളൊക്കെ പരിശോധിക്കുമ്പോൾ ശരിയായ പ്രശ്നം എന്താണെന്ന് വ്യക്തമാകുന്നുണ്ടെന്നും ചേതേശ്വർ പൂജാര പറഞ്ഞു. ആദ്യ ഇന്നിംഗ്സിൽ LBയിൽ പുറത്തായ രോഹിത് രണ്ടാം ഇന്നിംഗ്സിൽ ക്ലീൻ ബൗൾഡായി. രോഹിത് ശർമ്മ ക്രീസിൽ നിൽക്കുന്ന ലൈനിൽ ചില പ്രശ്നങ്ങളുണ്ട്. സിംഗിനനുസരിച്ച് പെട്ടെന്ന് പ്രതികരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലെന്നും പൂജാര പറഞ്ഞു. അഡ്ലേഡിൽ ഇന്ത്യ കൂട്ടത്തകർച്ച നേരിടാൻ കാരണം ബാറ്റ്സ്മാൻമാരുടെ ക്ഷമയില്ലായ്മയാണെന്നും പൂജാര വിമർശിച്ചു. ഇന്ത്യൻ താരങ്ങളിൽ ആരും 50 പന്ത് പോലും നേരിടാനുള്ള ക്ഷമ കാട്ടുന്നില്ല. ആദ്യ 10 ഓവറിനുള്ളിൽ തന്നെ ഇന്ത്യൻ താരങ്ങൾ കൂടുതൽ ഷോട്ട് കളിക്കാൻ ശ്രമിക്കുന്നു. ടെസ്റ്റിൽ പിച്ചിനെക്കുറിച്ചും പിച്ചിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ ആദ്യം കുറച്ച് പന്തുകൾ നേരിടേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഇന്ത്യൻ താരങ്ങൾ അതിന് തയ്യാറാവുന്നില്ലെന്നും പൂജാര പറയുന്നു.